കൊല്ലത്തെ സഖാക്കൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് വർഗീയവാദികളാൽ കൊല ചെയ്യപ്പെട്ട അജയ് പ്രസാദ് എന്ന് പറയുന്ന സഖാവിൻ്റെ. അജയ് പ്രസാദിൻ്റെ സഹോദരിയും SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ആര്യ പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. സമ്മേളനത്തിൻ്റെ ആവേശം എങ്ങനെയുണ്ട്? സമ്മേളനത്തിൻ്റെ ആവേശം പറഞ്ഞു വെക്കുമ്പോൾ 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്തിൻ്റെ മണ്ണിൽ CPMൻ്റെ സംസ്ഥാന സമ്മേളനം വരുന്നത്. അതിൻ്റേതായ ആവേശവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഏറ്റവും മാതൃകാപരമായി തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വരുന്ന കൊല്ലത്തിൻ്റെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ചരിത്രങ്ങൾ ഉൾപ്പെടെ ഉള്ള മണ്ണാണ് കൊല്ലം എന്ന് പറയുമ്പോൾ. അത്തരത്തിലേക്ക് പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള സമ്മേളനം ഇവിടെ ചേരുമ്പോൾ ഏറ്റവും ആവേശകരമായി തന്നെയാണ് ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷന് വേണ്ടി പോയിട്ട് തിരികെ വരുമ്പോഴാണ് അജയ് പ്രസാദിനെ വർഗീയവാദികൾ കൊല ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും അതിനെ പറ്റിയിട്ടുള്ളൊരു ഇടതുപക്ഷ സർക്കാർ പൂർണ്ണമായും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തി വരുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുകളായാൽ തന്നെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉതകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോയിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സഹോദരൻ്റെ ഓർമ്മകൾ ചേട്ടൻ്റെ ഓർമ്മകളെ പറ്റി സൂചിപ്പിച്ച് വെക്കുമ്പോൾ സഖാവ് അജയ് പ്രസാദ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു. പറഞ്ഞതുപോലെ നല്ല കർക്കശക്കാരനായിരുന്നു. സംഘടനാ രംഗത്തായാലും പൊതുരംഗത്തായാലും ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു സഖാവ് അജയ് പ്രസാദ്. അപ്പോൾ ചേട്ടൻ ഉയർത്തിപ്പിടിച്ച ആശയം എന്ന് പറയുന്നത് SFI ഉയർത്തിപ്പിടിച്ച ആശയം ഏറ്റവും നന്നായി ഉയർത്തിപ്പിടിച്ച ഒരു സഖാവ് തന്നെയായിരുന്നു സഖാവ് അജയ് പ്രസാദ്. അപ്പോൾ ആ സഖാവ് നടന്നു പോയ വഴിയിലൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും SFIയുടെ കാലിക പ്രസക്തിയായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ആവേശകരമായി തന്നെ നിൽക്കുന്നത് സഖാവ് അജയ് പ്രസാദിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. ആ അജയ് പ്രസാദിൻ്റെ സഹോദരി എന്ന നിലയ്ക്ക് സഖാവിൻ്റെ ഓർമ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നോളം ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ റെഡ് വോളണ്ടിയറായിട്ട് ഈ സമ്മേളന സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു ആവേശം, ഇന്നത്തെ റാലിയിലേക്ക് പങ്കെടുക്കാനുള്ള ആവേശമൊക്കെ വളരെ വലിയ ആവേശം തന്നെയാണ്. പറഞ്ഞതുപോലെ 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ ചേരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ റെഡ് വോളണ്ടിയറായി, മറ്റ് ജാഥകളിലൊക്കെ റെഡ് വോളണ്ടിയറായി നിന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ആദ്യമായിട്ടാണ് റെഡ് വോളണ്ടിയർ എന്നുള്ള നിലയിലേക്ക് നിന്നിട്ടുള്ളത്.